ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം, ജയോ കൃഷ്ണ ബലരാം. ജയോ രാധാ ശ്യാമ സുന്ദരാധ ശ്യാമ സുന്ദരാധേ. ജയോ ഗൗരനിതായ് ഗൗരനിതായ് ഗൗരനിതായ്, ജയോ ഗൗരനിതായ്. ജയോ ജയോ പ്രഭുപാദ് 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 പ്രഭുപാദ്. ജയോ ജയ ഗുരുദേവ് 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 ഗുരുദേവ്. നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. കൃഷ്ണ ബലറാം की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गोवर्धन की जय, पंचतत्व की जय, षड्गोसाविस की जय, गुरु परंपरा की जय. जय 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 श्री राधेश्याम. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമികം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ്, നരഹരി കി ജയ്, പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ജയ 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 ശ്രീ രാധേശ്യാം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ആർക്കെങ്കിലും അറിയാമോ ആ തപ്തകാഞ്ചന ഗൗരാംഗി പറയുന്ന ആ 4 വരി? ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് മൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു പോലും. നോക്കട്ടെ, ഇത്രയും തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാ ഹരി ബോൾ. അതിന് വേറെ ആരെങ്കിലും? വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാ, വെരി ഗുഡ്. ഇനി അടുത്തത് ഇനി ആർക്കറിയാം? തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ഹേ ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരിപ്രിയേ. ഹരി ബോൾ ഹരി ബോൾ. ആ
എത്ര പേർക്ക്, കുറച്ചു പേർക്ക് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്തകാഞ്ചന ഗൗരാംഗി രേഖാംഗി എന്ന് പറഞ്ഞ ഗൗരാംഗിയുടെ കളറാ പറയുന്നത്. തപ്തകാഞ്ചന ഗൗരാംഗി. കാഞ്ചന സ്വർണം, സ്വർണത്തെ പഴിപ്പിക്കുമ്പോ എങ്ങനെയാ ഒരു കളർ വരുന്ന ആ കളറായിട്ടുള്ള രാധാപ്പണി. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ. രാധ ആരാണ്? വൃന്ദാവനേശ്വരിയാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാതാജി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ, രാധ ആരാണ്? വൃന്ദാവനേശ്വരിയാണ്. വൃന്ദാവനത്തിന്റെ അധീശ്വരിയാണ്. രാധ പറഞ്ഞാലേ അവിടെ എല്ലാം നടക്കത്തുള്ളൂ. അല്ലാതെ കൃഷ്ണനും സെക്കൻഡാണ്. കൃഷ്ണൻ പോലും രാധ പറയുന്നതേ കേൾക്കുന്നുള്ളൂ. മദൻ മോഹന മോഹിനിയാണ് രാധാറാണി. മദൻ മോഹനനാണ് ആര്? കൃഷ്ണന്. പക്ഷെ ആ മോഹനനെ പോലും മോഹിപ്പിക്കുന്നവളാണ് രാധാറാണി എന്നുള്ളതാണ്. മദൻ മോഹന മോഹിനി എന്നുള്ള ഒരു പേരൂടി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദൈവം. അച്ഛന്റെ പേരെന്താണ്? വൃഷഭാനു. അമ്മയുടെ പേരെന്താണ്? കീർത്തിദാസ് സുന്ദരി. വൃഷഭാനു സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയെ. ആ ഹരിയുടെ പ്രിയയാണ്. ആ ഹരിപ്രിയയ്ക്ക് നമ്മൾ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. വൃഷഭാനുവാണ് അച്ഛന്. അവർക്ക് വൃഷഭാനു കീർത്തിദാസ് സുന്ദരി. അച്ഛന് അവർക്ക് കുട്ടികൾ ഒരു അത് ഇളയതായിരുന്നു. കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം വിഷമങ്ങളുണ്ടെന്ന് വെച്ചാൽ കുട്ടികളില്ലെന്നുണ്ടെങ്കിൽ ഏതമ്മയ്ക്കായാലും അച്ഛനായാലും വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൃഷഭാനു യമുനാ നദിയിൽ ചെന്നിട്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു താമര എന്ന് പറഞ്ഞ എന്തു ഭയങ്കര ഒരു പ്രകാശം അതിൽ നിന്ന് വരുന്നതെന്നുള്ളതാ. ആ താമര എന്താ ഒഴുകി വൃഷഭാനു ഇവിടെ നിൽക്കുന്നുണ്ടോ അവിടെ വരുന്നു. അവിടെ വന്നപ്പം വൃഷഭാനു ആ താമരെ തടഞ്ഞിർത്തിയിട്ട് നോക്കുന്ന സമയം ആ വെട്ടം കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രകാശം കൊണ്ടുണ്ടെങ്കിൽ കണ്ണഞ്ചി പോവുക. അന്നേരം അതിനകത്തൊരു അതിസുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞ്. എന്നിട്ട് ആ കുഞ്ഞിനെ വൃഷഭാനു വാരിയെടുത്തിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് കീർത്തിതയുടെ കയ്യിൽ കൊടുക്കുക ചെയ്യുന്നത്. അവർക്ക് രണ്ടിനൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷെ അതിന്റെ കൂടെ ഒരു ദുഃഖം കൂടി ഉണ്ടായി. എന്താണ് ആ ദുഃഖം? കുട്ടി കണ്ണേ തുറക്കുന്നില്ല, അനക്കമേ ഇല്ല. കണ്ണ് തുറക്കുന്നതേ ഇല്ല കുട്ടി. എല്ലാവരും വിചാരിച്ച് കൊച്ച് അന്ധയാണെന്നുള്ളത്. പക്ഷേ അതിന്റെ പിമ്പിൽ എന്തായിരുന്നു? ഈ ഗോലോക വൃന്ദാവനത്തില് രാധാറാണിക്ക് ശാപം കിട്ടി. തന്നെ ഒരു ഭക്തന് ശപിച്ചു. സുദാമ ശപിച്ചു. എന്ത്? കൃഷ്ണനുമായിട്ട് നീ 100 വർഷക്കാലം വിരഹവേദന അനുഭവിക്കണമെന്നുള്ള ആ ശാപത്താല് രാധാറാണി ഗോലോക വൃന്ദാവനത്തിൽ നിന്നിട്ട് ഈ നമ്മുടെ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഈ ആ ശാപം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ശാപം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ അന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോ അങ്ങ് ഭൂലോകത്തിൽ വരുന്നുണ്ടോ അങ്ങേ കാണാനായിരിക്കും ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് ആദ്യ ദർശനം എനിക്ക് അങ്ങയുടേതായിരിക്കണം. അങ്ങ് എപ്പം വരെ വരുന്നില്ലയോ ആ സമയം വരെ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണേ തുറക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശപഥം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണേ തുറക്കുന്നില്ല. ഇവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമായ ആലോലിച്ച് വന്ന ഒരു കുഞ്ഞ. എത്രയോ വർഷത്തെ കാത്തിരിപ്പായി ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? പക്ഷേ എന്താ ഇത്രയും വർഷത്തെ കാത്തിരിപ്പ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ദുഃഖം കൂടിയായി. പക്ഷെ കുഞ്ഞിന്റെ ഓമന മുഖം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അങ്ങനെ വിളിക്കാത്ത വൈദ്യന്മാരില്ല. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാത്ത മരുന്നുകളില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്പാടിയിലെ കണ്ണൻ നമ്മൾ വെപ്പ് മാറ്റും എല്ലാം കണ്ടു. കണ്ണനെ കൊണ്ട് വസുദേവര് കൊണ്ടുവരുന്നതും യശോദയുടെ അടുത്ത് യശോദാദേവിയെ തന്റെ കുഞ്ഞിനെ പൊന്നോമനയായ മാറോടടുക്കി പിടിച്ച് എപ്പോഴും ആ കുഞ്ഞിന്റെ കൂടെ തന്നെയാ. യശോദ മാത്രമല്ല, നന്ദബാബയ്ക്കും ഇങ്ങോട്ടും പോകാൻ മനസ്സില്ല, ഗോപന്മാർക്കും മനസ്സില്ല, ഗോപികമാർക്കും മനസ്സില്ല. എപ്പോഴും ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി അവരിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്ദബാബയ്ക്ക് കുഞ്ഞുണ്ടായല്ലോ. അന്നേരം നന്ദോത്സവം നടക്കുന്നു. നന്ദോത്സവം നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ആയി. എന്നിട്ട് ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കുമല്ലോ. ആ ബന്ധുക്കളെ ക്ഷണിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വൃഷഭാനുവിനെയും കീർത്തിദാസ് സുന്ദരിയും ക്ഷണിച്ച സമയത്ത് ഇവരെന്ത് ചെയ്തു? ഈ കുഞ്ഞിനെയും കൂടി
ആ പെൺകുഞ്ഞാണല്ലോ, ആ പെൺകുഞ്ഞിനെയും കൂടെ അവർ കൂടെ കൊണ്ടുപോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യശോദ ഇവര് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സൽക്കാരവും സ്വീകരണവും ഒക്കെ കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് കൊണ്ടിരുത്തുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക് ഈ കുഞ്ഞ് ഉറങ്ങിപ്പോയി, ഈ പെൺകുഞ്ഞ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അകത്തെ മുറികളിൽ കൊണ്ടിച്ചെന്നല്ല ഇടുന്നത്. അങ്ങനെ അകത്തെ മുറി കൊണ്ടിട്ടിട്ട് ഒരബദ്ധവും ഉണ്ടായി. ആർക്കാ? പൂന്താനത്തിന്റെ മകന്റെ പേരിടിയിലിന്റെ ദിവസം ഇവര് ഈ ബ്രാഹ്മണന്മാരല്ലേ, അറയാണെന്ന് പറഞ്ഞാൽ അവിടെ ജനലും മിന്നലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ഇരുട്ടൊക്കെ ആയിരിക്കും. ഈ കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്തു? പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കി ഒരു കട്ടിലേലോട്ട് കിടത്തിയിട്ട് അവര് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആ സമയത്തൊക്കെ ഈ മേൽമുണ്ടുകളുണ്ടല്ലോ, ആരോ ഒരാൾ കൊണ്ടുവന്നിട്ട് ഈ മുറിയിലോട്ട് ആ കൊച്ചു കിടന്നിടത്തോട്ട് ആ മേൽമുണ്ട് കൊണ്ടിട്ടു. ബാക്കി എല്ലാരും വന്നവരെല്ലാം മേൽമുണ്ട് അതിന്റെ ആ മോളിയിട്ട് അവസാനം കുഞ്ഞിന്റെ പേരിടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. മനസ്സിലായി പറഞ്ഞത്? അന്നേരം കുന്താനം തന്നെ പറയുന്നില്ലേ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ വേറെ വേണമോ ഉണ്ണികളെന്നുള്ള ആ ദുഃഖത്താൽ എഴുതിയതാണ് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ രാധാറാണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? അവിടുത്തെ കുഞ്ഞ് യശോദയുടെ പൊന്നുണ്ണി കിടക്കുന്ന സ്ഥലത്ത് ആ തൊട്ടിലിന്റെ അവിടെ ആ തൊട്ടിലിൽ തന്നെ ഈ കൊച്ചിനെ കിടത്തി. ഇത് ഒരു 6-7 ദിവസത്തെ മൂപ്പേ ഉള്ളൂ. അവനെ ആ കിടത്തി അവരുടെ ജോലികൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയി. ഈ അന്നേരം അറിയാമല്ലോ, കൃഷ്ണനും രാധയ്ക്കും എന്തായാലും അറിയാം. കൃഷ്ണന് പ്രത്യേകിച്ച്, രാധയ്ക്ക് പക്ഷെ ഓർമ്മയില്ല. എന്നാൽ തന്നെയും പക്ഷെ ഈ കാര്യങ്ങളെല്ലാം രാധയ്ക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണൻ ഉടനെ തന്നെയാണെന്നുണ്ടെങ്കിൽ രാധ ആ കുഞ്ഞിനെ ഒന്ന് തൊടുന്നു. ഇതും കുഞ്ഞാട്ടല്ലേ, രണ്ടുപേരുടെ ആ ലീലകൾ നോക്കൂ. എന്നിട്ട് ആ കൊച്ചിനെ ഒന്ന് തൊടുന്ന സമയത്ത് ആ സ്പർശനത്തിൽ മനസ്സിലായി, എന്റെ കണ്ണ വന്നിട്ടുണ്ട്, എന്റെ കൃഷ്ണനാണിത്. ആ സ്പർശനത്തിൽ തന്നെ രാധാറാണിക്ക് മനസ്സിലായി. രാധ എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യമായിട്ട് കണ്ണു തുറന്ന് തന്റെ പ്രേമഭാജനമായിട്ടുള്ള തന്റെ സർവസ്വവുമായിട്ടുള്ള ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് രാധ അന്നാണ് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നു പിന്നെ ഈ ഒരു രംഗം കണ്ടുകൊണ്ട് ആൾക്കാർ വരുന്നു. കൊച്ചു ഇതുവരെയാണെന്നുണ്ടെങ്കിൽ എത്രയോ മരുന്നുകൾ ചെയ്തു, എത്രയോ വൈദ്യന്മാരെ കാണിച്ചു, എന്തെല്ലാം ചെയ്തു. പക്ഷെ ഇതുവരെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് കണ്ണ് തുറന്നിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് അവൾ ആദ്യമായിട്ട് കണ്ണു തുറന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ നൃത്തം ചെയ്യുക അവരെല്ലാവരോടും എന്നുള്ളതാണുള്ളത്. അങ്ങനെയാണ് രാധ. ആ സമയത്ത് എവിടെയായിരുന്നു? റാവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. റാവല് നമ്മുടെ ഈ രമൻ രേത്യയുടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി ഈ റാവൽ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോഴും അവിടെ അമ്പലമുണ്ട്. രാധാറാണി മുട്ടുകാലെ കുത്തി നിൽക്കുന്ന ഒരു ഫോട്ടോയാ അവിടെ ഉള്ളതെന്നുള്ളതാ. പിന്നെ ബിംബങ്ങളും എല്ലാം ഉണ്ട്. ആ റാവൽ കഴിഞ്ഞിട്ടാണ് അവരെവിടെ പോയത്? ബർസാനി പോയത്. നന്ദബാബയെല്ലാം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ കൊണ്ട് ഗോകുലത്തിൽ നിന്നിട്ട് അമ്പാടിയിൽ നിന്നിട്ട് എവിടെ പോയി? നന്ദഗാവിൽ പോകുന്ന സമയത്ത് ഇവരും അതേപോലെ വലിയ ക്ലോസ് ഫ്രണ്ട്സാ. അതുകൊണ്ട് എന്താ, അവര് പോകുന്നിടത്ത് തന്നെ ഞങ്ങളും പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു? റാവലിൽ നിന്ന് ബർസാനിയിൽ പോയി. നന്ദഗാവിൽ നിന്ന് അല്ലെങ്കിൽ ബർസാനിയായിട്ട് 9 കിലോമീറ്റർ അങ്ങാണ്ട് വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതാ. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരല്ലേ, അവർക്കൊന്നും ഇതൊരു ദൂരമേ അല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ ഭഗവാന്റെ രാധാറാണിയുടെയും കൂടെ ലീലകൾ ബർസാനയിൽ നന്ദഗാവുമായിട്ട് നടക്കുന്നതെന്നുള്ളത്. എല്ലാ വൃന്ദാവനം മൊത്തം അങ്ങനെ. ഹരേ കൃഷ്ണ, ഹരിബോൾ. പറഞ്ഞു വന്നപ്പോ ഇതങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. രാധയുടെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞെന്നുള്ളതാ. രാന്നൊരു ശബ്ദം ഉച്ചരിക്കുന്ന എവിടെയുണ്ടോ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിയിരിക്കും. വൃന്ദാവനത്തിന്റെ അതിശരിയായിട്ട് അഭിഷേകം ചെയ്യുക വൃന്ദാവനത്തിലെ ദേവി തന്നെ, വൃന്ദാദേവി തന്നെ രാധാറാണി എന്നുള്ളതാണ്. വൃന്ദാവനേശ്വരി അങ്ങനെയാണ് രാധാറാണി ആയത്. അത് നമ്മൾ ഇമ്മിത്താൽ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അഭിഷേകം നടത്തുന്നതും എല്ലാം അവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നല്ല രസം. ആ അമ്പലത്തിൽ ആര് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ പോകണം. ആ അമ്പലത്തിൽ പോകുന്നത് മാത്രമല്ല, ആ അമ്പലത്തിൽ ഒരുപാട് കഥകൾ നടന്നിട്ട് ഒരുപാട് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലമാണ് ആ ഇമ്മിത്താൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പുളിമരം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാ. 5000 വർഷം മുമ്പിട്ടുള്ള ആ പുളിമരം. ആ പുളിമരത്തിൽ നിന്നാണ് പുളി വീണിട്ട് രാധാറാണി കൃഷ്ണൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വരുന്ന സമയത്ത് ആ പുളി താടി വീണെടുപ്പുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് ചവിട്ടി ഇങ്ങനെ തെന്നി വീഴാൻ പോയപ്പം രാധാറാണിയുടെ സഖിമാർ അതിനെ ശവിച്ചു. ഇതിനകത്ത് ഇവിടുന്ന്
15 കിലോമീറ്റർ ഉള്ളിൽ ഏത് പുളി ഉണ്ടെന്നുണ്ടെങ്കിലും കായ്ക്കാതെ പോട്ടെ എന്ന് ശപിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഈ പുളിമരം ഉണ്ടല്ലോ, അന്നത്തെ പുളിമരം ഇങ്ങനെ ശാഖകളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ പോവായിരുന്നു. അപ്പുറത്ത് ഒരു രാജാവിന്റെ കൊട്ടാരമായിരുന്നു. അന്നേരം ആ ശാഖകൾ പോയപ്പോ അവിടെ നിന്നിട്ട് ആ ശാഖയെ കണ്ടിക്കുന്ന സമയത്തുണ്ടല്ലോ രക്തം ഇങ്ങനെ വരുന്നു. രക്തം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മനസ്സിലായി ഇത് സാധാരണ ഒരു മരമല്ല എന്നുള്ളത്. എന്നിട്ട് ഇപ്പോഴും അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ മരം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന്റെ താഴെ ഇരുന്നിട്ടാണ് ചൈതന്യ മഹാപ്രഭു യമുനയിലോട്ട് നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്, ജപം ചെയ്യുന്നു. അതിന്റെ താഴെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇമിലിത്താല് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ രാധയെ നോക്കിയിട്ട് കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, രാധ എപ്പോഴാ വരുന്നത്, സഖിമാരും എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാധയുടെ ആ ഭാവത്തില് രാധയെ മാത്രം ചിന്തിച്ചിരുന്നിട്ടുണ്ടല്ലോ, ഭഗവാന്റെ എന്ത് ചെയ്തു, ആ ബ്ലൂ കളർ അങ്ങ് മാറിയിട്ട് രാധയുടെ കളറായി എന്നുള്ളത്. ആ ഗോൾഡൻ കളറിലെ ഭഗവാൻ അവിടെ ഇരിക്കുന്ന ഒരു ഛായാചിത്രവും അവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവിടെ കുറെ കാര്യങ്ങള്, കുറെ രസമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇമിലിത്താലില്. യമുനയുടെ തീരത്ത് തന്നെ ഇതെല്ലാം, ഇമിലിത്താല്, കാളിയമർദ്ദനം നടന്ന സ്ഥലം, അതെല്ലാം ഈ യമുനയുടെ തീരത്ത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ജാടുമണ്ഡല്, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം മുതൽ നമ്മൾ വൃന്ദാവൻ പരിക്രമ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഓക്കെ. നിങ്ങളെ ഞാൻ ഇനി നേരെ ഗോകുലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അമ്പാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മുടെ സുന്ദര കുട്ടനെ, ജയ്പൂരിലെ സുന്ദരക്കുട്ടനാണോ? എന്നിട്ട് നമ്മുടെ സുന്ദര കുട്ടനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു, വെണ്ണയൊക്കെ കഴിച്ചോണ്ട്. ശരി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഞങ്ങളുടെ സുന്ദരക്കുട്ടൻ, അമ്പാടിയിലെ സുന്ദരക്കുട്ടന്, ജയ്പൂരല്ല അമ്പാടിക്കുട്ടൻ. എന്നിട്ട് സുഖമായിട്ട് അമ്മ പാലൊക്കെ കൊടുത്ത് ആ കുഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആ സമയത്താണ് ആര് വരുന്നത്, പൂതന വരുന്നത്. പൂതനയായിട്ടല്ല, അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് വേഷം മാറി അവള് വരുന്നു. വരുന്ന സമയത്ത് ഭയങ്കര ഒരു താമരയൊക്കെ പിടിച്ച് ഇങ്ങനെ ആട്ടിയൊക്കെ ആശടി വരുന്നത്. അവൾ എന്താ മഹാപാവി, ആ പാവ എന്താ ചെയ്തിരിക്കുന്നത്, പാവിയ 10 ദിവസം പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നിട്ട് അവൾ വരുന്നെന്നുള്ളത്. അങ്ങനെ വന്നു, കണ്ണന്റെ അടുത്ത് വരുന്നു, അമ്പാടി കണ്ണന്റെ അടുത്ത് വരുന്നു. കണ്ണന്റെ അടുത്ത് വന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് നല്ല ഉറക്കം. അങ്ങനെ എന്താ അഭിനയം, നല്ല ഉറക്ക. എന്നിട്ട് ഈ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീ വന്നപ്പോഴുണ്ടല്ലോ എല്ലാരും എന്താ വിചാരിച്ച, അപ്സരയാണോ ഇവള് ആരാണെന്ന് അറിയില്ലല്ലോ, ഇത്രയും അതിസുന്ദരി അപ്സര തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു വിചാരത്തിൽ ഇവരെല്ലാവരും ഭയങ്കര ബഹുമാനത്തോടുകൂടി ഇവരെ നോക്കുക. എന്നിട്ട് ഭഗവാന്റെ ലീലയായിരിക്കും, യശോദാമയ്യായ രോഹിണി എല്ലാരും ഇവിടെ അവിടെ കൊച്ചിന്റെ അടുത്താക്കിയിട്ട് ഇവരെ പോവുക ചെയ്യുന്നത്. വേറെ ഓരോരോ ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സാവകാശം കുഞ്ഞിനെ എടുക്കുന്നു. കുഞ്ഞിനെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ തന്റെ മാറിലാണെന്നുണ്ടെങ്കിൽ എന്താ കവള വിഷം നിറച്ചിരിക്കുന്നത്, അത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ എടുക്കുന്നെന്നുള്ളതാ, സ്തനപാനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനല്ലേ ആളെ എടുത്തു കഴിഞ്ഞിട്ട് സ്തനപാനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവള് തുടങ്ങുന്ന സമയത്ത് ആശാൻ എന്താ ചെയ്തത്, കൈകൊണ്ടെല്ലാം തുടച്ചെടുത്തങ്ങ് കളഞ്ഞു. തുടച്ചെടുത്ത് കളഞ്ഞിട്ട് സ്തനപാനം ആരംഭിച്ചു. സ്തനപാനം ആരംഭിച്ചു കഴിഞ്ഞപ്പം എങ്ങാണ്ട് പാലോ വല്ലോ ഉണ്ടോ, അവൾ അമ്മയോ വല്ലോ ആണോ, അല്ലല്ലോ. നമുക്ക് ഭഗവാന്റെ ഓരോരോ ലീലകളാണ് ഞാൻ ഈ പറയുന്നത്. ഒരമ്മയാവുന്ന ആ സ്ത്രീക്ക് മാത്രമേ സ്തനത്തിൽ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂലും. അല്ലാത്തവർക്ക് എന്താ ഇല്ലാത്തത്? ഭയങ്കര ഒരു അത്ഭുതം. നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കത്തേ ഇല്ലെന്നുള്ളത്. നാസ്തികരൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ. എന്നാ ഒരു ഈ സമത്വം അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യും, ഒരു ബോട്ടിൽ നിറച്ചിട്ട് ഓരോ പെണ്ണുങ്ങളുടെ സ്ഥാനത്ത് വെച്ച് അങ്ങനെ വെക്കേണ്ടി വരും. യഥാർത്ഥ പാല് വരില്ല. ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു ലീലകൾ നോക്കൂ. ഓരോ സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാല് ഉടനെ തന്നെ ആ സ്ഥാനത്ത് വരും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുമല്ലേ. നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മളെല്ലാം അങ്ങ് നടത്തി പോകുന്നതെന്നുള്ളതാ. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ ചിന്ത, ഇതോണം തന്നെ മരിച്ചു കിടക്കുന്ന സമയത്തായി കഴിഞ്ഞാലും എല്ലാ അവയവവും അതിനകത്തില്ലേ, പക്ഷെ എന്താ പോയിരിക്കുന്നത് അറിയില്ല, അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂല. അതുകൊണ്ട് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇത്ര അളവ് വീതം ഓക്സിജൻ വേണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണോ ഓക്സിജൻ ശ്വസിക്കുന്നത്, നമ്മൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ ആ ഒരു ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ഓരോ
ജീവികളിൽ ഒരു ഉറുമ്പും ഒരാനയും, ഇത് ഇവരുടെ രണ്ടുപേരുടെ ഉള്ളില് എത്രയാ അതിസൂക്ഷ്മമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാ, ഒരേ അളവിൽ തന്നെയാ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം ലീലകളാ ഭഗവാന്റെ എന്ന് പറഞ്ഞു. നോക്കെ ഭഗവാൻ തന്നെ നമ്മളെ നമുക്ക് എന്തോ ഈർഷ്യയുണ്ടായി, ഭഗവാന്റെ അടുത്തായിരുന്നു നമുക്ക് എന്തോ ഇതെന്തുവാ, ഒരേ ഒരു പുരുഷൻ മാത്രമേ ഈ ലോകത്തുള്ളൂ, അതാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന് മാത്രമേ എല്ലാം ഉള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഈർഷ്യ നമ്മൾ ചെയ്ത സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? പോട്ടെ, ഗോലോക വൃന്ദാവനത്തിന്റെ തന്നെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ദുഃഖാലയം, അശാശ്വതം ഈ ഭൂമി. ദുഃഖം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ എപ്പോഴും പെർമനന്റ് ആണോ? അല്ല. നമുക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇതിനെ വിട്ടിട്ട് നമ്മൾ പോവേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും നമ്മുടെ വലിയ വീടുകളായാലും, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഭൂമി ആയി കഴിഞ്ഞാലും, ബാങ്ക് ബാലൻസ് ആയി കഴിഞ്ഞാലും, മക്കളായാലും കൊച്ചുമക്കളായാലും ആരെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എന്ത് കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് രണ്ടും നമ്മുടെ കൂടെ വരുമെന്നുള്ളത്. ചിത്രഗുപ്തൻ നമ്മൾ എടുക്കുന്ന ഇവിടെ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചോദിക്കും, ഓ മാതാജി ഇതൊക്കെ എന്ന് പറയുന്നു, മാതാജി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മ ചൂണ്ടിക്കാണിച്ച ആളെയല്ലേ നമ്മൾ അച്ഛന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നതാണ്. നമ്മുടെ അമ്മയാണ് ശാസ്ത്രം. ആ ശാസ്ത്രം എന്ത് അനുശാസിക്കുന്നുണ്ടോ ആ ശാസ്ത്രത്തിന് അനുസരിച്ച് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല പോകേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇത്രയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. അമ്മയാവുന്ന സ്ത്രീക്ക് പാല് വരുന്നു, അത് ഓക്സിജൻ നമ്മൾ അങ്ങനെ കഴിക്കുകയോ ശ്വസിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ തന്നെ ഈ ബോഡി തന്നെ എന്തോ വലിയൊരു ഫാക്ടറിയാ. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഒന്ന് പണി മുടക്കി കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം നമുക്ക്, അല്ലേ? ഇതെല്ലാം ഭഗവാന്റെയാ മറിമായ, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഭഗവാന്റെ മായ, ഭഗവാന്റെ ലീലയാണ്. ഭഗവാന്റെ മഹാമായയെ നമ്മൾ പെടാതെ യോഗമായയോട് പറയണം, മായാദേവി എന്നെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിലേക്ക് എത്തിക്കണേ, അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരണേ എന്നുള്ള പ്രാർത്ഥന വേണം. ശുദ്ധ കൃഷ്ണഭക്തി തരാൻ പറയണം, ശുദ്ധമായിട്ടുള്ളത്. ചിലരൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ കുറികൾ ഇട്ടും പിന്നെ വലിയ വൈഷ്ണവരായ ഒക്കെ അഭിനയിച്ചൊക്കെ നടക്കും. പക്ഷെ ശുദ്ധഭക്തി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എവിടെയാ നിങ്ങൾക്ക് ശുദ്ധഭക്തി കാണാൻ പറ്റും? എവിടെയാ കാണാൻ പറ്റുന്നതെന്ന് അറിയുമോ? എവിടെ ആൾക്കാർക്ക് താഴ്മയുണ്ടോ, എനിക്ക് ഒന്നും അറിയില്ലേ ഭഗവാനെ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇതാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഒരു ആണെന്നുണ്ടെങ്കിൽ എന്താ, പുല്ലാണെന്നുണ്ടെങ്കിൽ എന്താ, അതിന്റെ മുകളിൽ കൂടി ചവിട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് തല താഴ്ത്തി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളെ ചവിട്ടിക്കോളിന് എന്താന്ന് വെച്ചാൽ എനിക്കതൊരു സേവയാ. ആ ഒരു സേവാഭാവം ആളുകൾക്ക് വേണം. ആ ഒരു സേവാഭാവം ഉണ്ടോ? പിന്നെ അതേപോലെ ഞാനെന്ന ഭാവം ആർക്കില്ലയോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ശുദ്ധ വൈഷ്ണവരായിട്ട് പറയാൻ പറ്റുന്നതിനുള്ളത്. എല്ലാവരോടും സഹായിക്കുക, എല്ലാവരോടും സഹാനുഭൂതി, എല്ലാവരോടും ദയ. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓ ശരിയാണ്. നമുക്കങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ഭക്തന്മാരെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാ ഒഴിഞ്ഞു വെച്ചിരിക്കുക? ഭഗവത്കാര്യത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഞാൻ മുഖാന്തരം അവര് വിചാരിക്കുന്ന എന്താ, ഞാൻ മുഖാന്തരം ഒരാള് ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ ജീവിതം സഫലമായി. അതിനു വേണ്ടിയിട്ടാ ഇത്രയും കഷ്ടപ്പെടുന്നതിനുള്ളത് ആൾക്കാരെ. എത്രയോ എന്താ എല്ലാവരുടെയും കൂട്ടം അവർക്ക് വന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലാവുന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി വല്ലതും ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് വന്ന് അടിച്ചു പൊളിച്ച് ഫാമിലിയോടൊത്ത് കഴിയാൻ പറ്റും. പക്ഷെ അവരങ്ങനല്ല, സ്വാർത്ഥരല്ല. അവര് നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് അവർ ചെയ്യുന്നതെന്നുള്ളതാ. ആ നിസ്വാർത്ഥ സേവനം എന്താ? ഞാൻ മുഖാന്തരം ഒരാള് ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം സഫലമായി എന്നാണ് അവരുടെ ചിന്തയെന്നുള്ളത്. നമ്മുടെ പുല്ലിനെ പോലെ താഴ്മ വേണം. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഉണ്ടല്ലോ, മേപ്പോട്ടല്ല പോകുന്നത്, താപ്പോട്ട് തന്നെയാ പോകുന്നത്. അവര് തല കുനിച്ച് തരുമോ? എന്തിനു വേണ്ടിയിട്ടാ തല കുനിച്ച് തരുന്നത്? നിങ്ങൾ എന്റെ ഫലങ്ങള് പറിച്ചോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നുള്ള ആ ഒരു ലക്ഷണത്തിലാണ് അവർ ആ തല കുനിച്ച് തരുന്നതെന്നുള്ളത്. അതുകൊണ്ട്
നദി എങ്ങനെയാ താപ്പോട്ട് തന്നെ ഒഴുകുന്നത്. ആ നദീജലം എത്രയോ ആൾക്കാർക്കാണ് അവരുടെ പുണ്യം ചെയ്യുന്നതെന്ന് നോക്കൂ, അവർക്ക് അവരുടെ ഉപകാരപ്പെടുന്നതെന്ന് നോക്കൂ. എത്രയോ ആളുകൾക്ക് ആ കൃഷിയൊക്കെ ആയിക്കഴിഞ്ഞാലും, കുളിക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനായാലും, അങ്ങനെ ശുദ്ധീകരിച്ച് വെള്ളം എല്ലാവർക്കും കൊടുക്കാനായാലും എല്ലാം അത് തന്നെയല്ലേ. എല്ലാവരുടെയും പർപ്പസ് എന്താ? ചെന്നിട്ട് നദിക്കേണ്ട പർപ്പസ് എന്താണ്? ചെന്നിട്ട് സമുദ്രത്തിൽ ചേരണം. അതേപോലെ ആയിരിക്കണം നമ്മളും. നമ്മളെ കൊണ്ട് എത്ര സഹായങ്ങൾ വേറുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവൂ, ധർമ്മം ചെയ്യാവൂ. കളിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഒരുപാട് പേരങ്ങനെയുണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി ആൾക്കാർ പൈസ വാങ്ങിച്ച് അവനവന്റെ പോക്കറ്റ് അവനവന്റെ ചെലവിന് വേണ്ടി എന്തെല്ലാം. കാലം കലികാലമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കും അവര് കത്തിയും കൊണ്ടുവരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം എല്ലാം സൂക്ഷിച്ചും പറഞ്ഞിട്ടേ ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, നല്ല ശുദ്ധരായിട്ടുള്ള ഭക്തരെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കും. അല്ലാതെ വാ പറഞ്ഞിട്ട് കൂടുതലും അഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ സാമർത്ഥ്യം കാണിക്കുന്ന ആൾക്കാർ വലിയ വലിയ ഹൈലി കയറി പോയി അവരാണ് പിന്നെ അവിടുത്തെ നേതാക്കന്മാരെന്നുള്ളതാണ്. അത് ഏത് സ്പിരിച്വലിലായാലും മെറ്റീരിയലായാലും അങ്ങനെ തന്നെയാണ്. ഭൗതികമായാലും ആധ്യാത്മികതയിലായി കഴിഞ്ഞാലും അങ്ങനെ. ഇത് കാലത്തിന്റെ കളിയാണ്. ആ കാലത്തിന്റെ കളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ശുദ്ധ ഭക്തരെ കാലത്തിനും കലിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റാത്തത്? ഭഗവാന്റെ അവർക്ക് അനുഗ്രഹമുണ്ട്. ഭഗവാന്റെ ഒരു വലയം എപ്പോഴും അവരെയൊക്കെ ചുറ്റിയിട്ടുണ്ട്. അംബരീഷൻ എങ്ങനെയായിരുന്നു ഭഗവാന്റെ വലയം ചുറ്റിയിരുന്നത് നോക്ക്. അംബരീഷൻ പോലും അറിയാതെ ആ ചക്രം പോയി എന്നുള്ള ദുർവാസാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്കായി കഴിഞ്ഞാലും ചിലപ്പം നമ്മുടെ മുജ്ജന്മ സുഹൃതദോഷം കൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ആ അനുഭവിക്കുന്നുണ്ടല്ലോ ഭഗവാന്റെ ഒരു കാരുണ്യമാണെന്ന് നമ്മൾ വിചാരിച്ചോണം. എന്താ നോക്കൂ, രാമകൃഷ്ണ പരമഹംസര്, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. എന്താ അവരൊക്കെ എന്ന് പറഞ്ഞ ഭക്തരല്ലേ, അവരൊക്കെ എന്താ സേവ ചെയ്യാത്തവരാണോ? അതേപോലെ രമണ മഹർഷിക്ക് അങ്ങനെ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മഹാത്മാക്കൾക്കെല്ലാം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തെ എല്ലാം അതിജീവിച്ച് അവരെന്താ ചെയ്തത്? കൂടുതൽ ഭഗവാന്റെ അടുത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവർക്ക് പരമസായുജ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഭഗവാന്റെ ധാമിൽ തന്നെ ഇവരെല്ലാവരും തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളത്. അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു വന്നങ്ങ് കാട് കയറിപ്പോയി. പൂതനെ അതേപോലെ തന്നെ ഭഗവാനെ നോക്കുപോലും അവക്കും ഭഗവാൻ അമ്മയുടെ സ്ഥാനം കൊടുത്തെന്നുള്ളതാണ്. ആ അമ്മയുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അല്ലാതെ അമ്മമാരല്ലാതെ വേറെ ഒരാൾ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിനെടുത്ത് പാല് കൊടുക്കില്ലല്ലോ. അത് ദുഷ്ടയായാലും ആരായി കഴിഞ്ഞാലും. അങ്ങനെ ആ കാവളവശം എല്ലാം തുടച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഉയരും കൂടി ഭഗവാൻ കുടിച്ചു. അതുവരെയാണ് തോന്നുന്നു നമ്മൾ ഇന്നലെ എടുത്തിരിക്കുന്നത്, അല്ലേ? 5 വരെ എന്താ മിണ്ടാട്ടെ? മിണ്ടലെല്ലാം പോയോ എല്ലാവരുടെ? 5 വരെ എടുത്തു മാതാജി. 5 വരെ എടുത്തു. അത് തന്നെ ഞാനും പറഞ്ഞത്, 5 വരെ എടുത്തു നമ്മള്. ഹരേ കൃഷ്ണ, ഹരിബോൽ. തദനന്ദമമന്ദ ശുഭാസ്പദം നൃവപുരീം കരദാന കൃതേ ഗിതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകം സഹായ ജനോദ്യമാ അയി സഹേ തവ ബാലക ജന്മമാ സുഖയദേത്യ നിജാൽമജ ജന്മവദ് ഇതി ഭവ പ്രതിതാമ്രജനായകേ സമതിരോപസം ച തമാതരാത് വിഗത സന്ധ്യ നിമിത്ത ശതാനിതേ കടകസീനിതോ ലഘുഗമ്യതാ ഇതി ച തദ്വജസാ വ്രജനായകോ ഭവതമായ പിയാദൃതമായയോ അവസരേ ഖലു തത്ര കാഞ്ചന പ്രജപദേ മധുരാഗ്രീരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോദഗത്തെ നികടം ഗദാ സപദി സഹൃദ ബാലക ചേതനം നിശിചരാനയയാഖില പൂതന പ്രജവദൂഷിക കേയമിദീക്ഷണം
വിമൃശതീഷു ഭവന്തമുപാദതേ. അവിടെ വരെ നമ്മൾ എടുത്തു. ഇനി അടുത്തത് ലളിത ഭാവവിലാസകൃതാത്മഭി യുവതിഭി പ്രതിരോത്തുമപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി ഹൃദദുഷി ഭവതേ കപടാത്മനേ. ലളിത ഭാവവിലാസകൃതാത്മഭി യുവതിഭി പ്രതിരോത്തുമപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി ഹൃദദുഷി ഭവതേ കപടാത്മനേ. ലളിത ഭാവവിലാസകൃതാത്മഭി യുവതിഭി പ്രതിരോത്തുമപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി ഹൃദദുഷി ഭവതേ കപടാത്മനേ. ലളിത ഭാവവിലാസകൃതാത്മഭി യുവതിഭി പ്രതിരോത്തു അപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി ഹൃദദുഷി ഭവതേ കപടാത്മനേ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ലളിത ഭാവവിലാസ ഹൃദാത്മഭീർ യുവതിഭിः പ്രതിരോത്തുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി ഹൃദദുഷി ഭവതേ കപടാത്മനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആൾ വായിക്കും. കൃഷ്ണ മാതാജി. ലളിത ഭവാവിലാസ ഹൃദാത്മഭിർ യുവതിഭിः പ്രതിരോധതുമാപരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. ഹരേ കൃഷ്ണ മാതാജി. യുവതിഭി പ്രതിരോധ അപാരിത. അപാരിത സ്തനം, സ്തനമില്ലേ, സ്തനമസോ സ്തനമസോ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. സ്തനമസോ ഒരുമിച്ച് അങ്ങ് എടുത്ത് വായിച്ചോളൂ. അല്ലെങ്കിൽ നാരായണത്തിന് ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ ഇച്ചിരി ഒന്ന് നിർത്തി വായിക്കാനേ ഒരിക്കലും പറ്റില്ല. ഇത് അങ്ങനെയൊക്കെ ചിലയിടത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഈ നാരായണത്തിനുണ്ട്. ആ ടൂണേ അങ്ങ് പോകും. പ്രദദുഷി ഭവതേ കപടാത്മനേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ലളിത ഭാവവിലാസഹിതാത്മഭിർ യുവതിഭിः പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവന്തേ കപടാത്മനേ. ഹരേ കൃഷ്ണ മാതാജി. വെരി ഗുഡ്. ലളിത ഭാവവിലാസഹൃദാത്മഭിർ യുവതിഭിः പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലളിത ഭവവിലാസ ഭാവ അല്ല, ഭാവ ഭാവ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ദീർഘം കൊടുക്കേണ്ടത് ദീർഘം രുപതിഭിः പ്രതിരോധപാരിത സ്തനമസോ ഭവനാന്ത നിഷേദദുഷി പ്രദുദുഷി ഭവതേ കപടാത്മനേ. ഹരേ കൃഷ്ണ. ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. വെരി ഗുഡ്. നെക്സ്റ്റ് വായിച്ചു. പ്രോജി വായിച്ചാട്ടെ. ലളിത ഭാവവിലാസ സഹൃദാത്മഭി അല്ല ഒന്നുകൂടെ വൈര്. ലളിത ഭാവവിലാസ ഹൃദാത്മഭി യുവതിഭിः പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. ഹരേ കൃഷ്ണ. എംബോസിഷൻ എഴുതിക്കും ആയിരിക്കും ഭർത്താവിനൂടെ കേട്ടോ, ശരി പറഞ്ഞില്ലെങ്കിൽ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ മാതാജി. ലളിത ഭാവവിലാസ ഹൃദാത്മനി യുവതിഭിः പ്രതിരോധും അപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. ലളിതഭാവ വിലാസ കൃതാത്മഭിർ യുവതിഭിः പ്രതിരോധും അപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മിന.
ഭയങ്കര ലളിതഭാവത്തില് എല്ലാവരുടെയും ഇതില് വന്നു. ആര് ആ യുവതി ഭയങ്കര അതിസുന്ദരിയായിട്ട് എല്ലാരെയും മോഹിപ്പിക്കുന്നവളായിട്ട് എല്ലാവരെയും അടുത്തൊക്കെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ വരുന്നു. മനോഹരമായ ഭാവം കൊണ്ടും വിലാസം കൊണ്ടും എല്ലാവരെയും അവള് മയക്കിയെടുത്തു എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കയറി വന്നിട്ട് കുഞ്ഞിനെ എടുത്ത് പാൽ കൊടുക്കാൻ ആരെങ്കിലും സമ്മതിക്കുവോ? മനസ്സിലായി പറഞ്ഞ് എല്ലാവരെയും അവള് വശീകരിച്ച് നല്ല സുന്ദരിയായിട്ട് ഇപ്പൊ നമ്മളായി തന്നെ അതല്ലേ പറയുന്നത്, പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് ഉള്ളത്, ഒരു റെസ്പെക്ട് വരും എന്നുള്ളത്. ആ പേഴ്സണാലിറ്റി ഭാവത്തിലും അവരുടെ ആ ഡ്രസ്സിങ്ങിലായി കഴിഞ്ഞാലും എല്ലാം ഒരു പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആൾക്കാർ കുറച്ച് വില മതിക്കും എന്നുള്ളത്. ഇവളും അതേപോലെ അതിസുന്ദരിയായിട്ടല്ലേ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം അതും പേഴ്സണാലിറ്റി മാത്രമല്ല, എന്താ ഡ്രസ്സിങ് മാത്രമല്ല, അവിടെ ആ ബിഹേവിയറും അതേപോലെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും എല്ലാവരെയും മയക്കി അവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്തനമസോ ഭവനാന്ത നിഷേധുഷി. ഒരു വീട്ടിലും കൊച്ചിനെ എടുത്തു വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് പാൽ കൊടുക്കൂല്ല. ആ ഗ്രഹത്തിലുള്ളവർക്ക് ആർക്കും ഇവളെ തടയാനുള്ള മനസ്സ് വന്നില്ല എന്നുള്ളത്. ആ കൊച്ചിനെ എടുത്ത് പാൽ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രദദുഷി ഭവതേ കപടാത്മന. ഭഗവാൻ ആരാന്ന്? കപടമൂർത്തിയായ ഭഗവാനെ എടുത്തിട്ട് ഭഗവാന് പാല് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവിടെ ആ ലളിതഭാവ വിലാസ സഹൃദാത്മവീര ആ ഭാവത്തിലും വിലാസത്തിലും എല്ലാത്തിലും എല്ലാത്തിലും എന്ത് ചെയ്തു? എല്ലാ ആൾക്കാർക്കും ലളിതഭാവ വിലാസ സഹൃദാത്മവി യുവതി പ്രതിരോധം ആർക്കും ഞാൻ പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കൊച്ചിനെ എടുത്ത് പാല് കൊടുക്കാൻ തുടങ്ങുന്ന സമയം പറ്റില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. അവിടെ ആ വിലാസവും ഭാവനകൾ കൊണ്ടും മനോഹരമായ രൂപം കൊണ്ടും എല്ലാവരും മിണ്ടാതെ കുത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്തനമസോ ഭവനാന്ത നിഷേധുഷി. ആ സ്തനം കൊടുക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ളവർക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയോ പ്രദുഷി ഭവതേ കവടാത്മനെ. കവടശാലിയായിട്ടുള്ള ആ ഭഗവാന് എന്താ മിണ്ടാതെ ചെന്നിട്ട് പിന്നെ അതിന്റെ സ്തനപാനം ചെയ്യാൻ തുടങ്ങി. സമതിരൂക തദംഗമശങ്കിത ത്വമദ ബാലകലോചനരോചിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിത. സമതിരൂക തദംഗമശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഗദിവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിത. സമതിരൂക തദംഗമശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഗദിവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിത പ്രതിജുചൂഷിത ദുർവിഷദൂഷിത. സമതിരൂക തദംഗ അശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഗദിവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം. സമതിരൂക തദംഗമശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഗദിവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമതിരൂഹ്യ തദംഗമശങ്കിത സ്ത്വമദ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സമതിരൂഹ്യ തദംഗമശങ്കിത സ്ത്വമദ ബാലകലോപനരോചിത മഗദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചൂഷിത ദുർവിഷദൂഷിതം. പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം. വിഷം ദൂഷ്യം ചെയ്യത്തില്ലേ, അതിന്റെ ദുർവിഷദൂഷിതം. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. സമതിരുഹ്യ തദംഗസംഗീത ത്വമത ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സമതിരുഹ്യ തദംഗമശങ്കിത സ്വമത ബാലകലോപനരോഷിത മഖദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് വായിക്കാത്തൊരു വായിക്കണേ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. സമതിരുഹ്യ തദംഗമശങ്കിത ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ഒരു പ്രവൃത്തിയോട് വായിച്ചോളൂ. എല്ലാരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയോ? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. സമധിരുഹ്യ തദംഗമശങ്കിത ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. വെരി ഗുഡ്. സുനിൽ പോയില്ലേ ബിന്ദുവിന്റെ കൂട്ടത്തില്? ഗീതയും ബിന്ദുവും കൂടെ പോയി. അത് ശരി. ബിന്ദു ഗീത. ഇപ്പൊ ഈ നാരായണത്തിലെ ഹരിപ്പാടിന്ന് കയറുന്ന ബിന്ദു ഉണ്ടോ? ബിന്ദു എന്നല്ലേ അതിന്റെ പേര്? നിങ്ങളുടെ കയറപ്പിലുള്ള ഒരു കുട്ടി. സിന്ധു ഉണ്ട്. സിന്ധു എന്നാണ് പേര്. അത് ഹരിപ്പാടാണോ താമസിക്കുന്നത്? ഹരിപ്പാടാണോ അത് താമസിക്കുന്നത്? കായംകുളം. ഇപ്പൊ എന്റെ ഹരിപ്പാട് വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിനോട് വരാൻ പറയൂ കേട്ടോ. ഞാന് പിന്നെ അതിന്റെ നോട്ടീസ് സുനിലിന്റെ വാട്സാപ്പിൽ അയക്കാം. ഇട്ടിട്ടുണ്ടായിരുന്നു മാതാജി. ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ 26, 25, 26 ജഗത്സാക്ഷി പ്രഭു ഒക്കെ ഉള്ള പ്രോഗ്രാമാ. നിങ്ങളൊക്കെ എന്നും അമ്പലഭക്തിയായിട്ട് നടന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഭക്തിയുടെ യഥാർത്ഥ ഭക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിനേ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് വരുന്നേ. നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം ഇതിന് മുന്നോട്ടങ്ങ് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് ആനന്ദത്തിൽ നൃത്തമായിട്ട് നമുക്ക് ജീവിക്കാം. അതിന്റെ ആ ബേസിക് മനസ്സിലാവണ്ടേ? ആ ബേസിക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സത്സംഗങ്ങളൊക്കെ വെക്കുന്നത്. ആ കൊച്ചിനോട് വരാൻ പറ കേട്ടോ. സുനിൽ വരുവോ? ഞങ്ങൾ ഒരു 1-2 ദിവസം പങ്കെടുക്കാം. ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും പങ്കെടുക്കാം. അങ്ങനല്ല, 25th പങ്കെടുക്കും. ഫുൾ ദിവസം അന്നാണ്. അപ്പോ തീർച്ചയായിട്ടും ഗീതയും കൊണ്ടുപോവാ കേട്ടോ. ഗീത ഈ കൊച്ചിനോടും പറ കേട്ടോ. ഈ കൊച്ചിനോട് പറ. അതിന്റെ അടുത്തല്ലേ 3 ദിവസം അറ്റൻഡ് ചെയ്യാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാഞ്ഞിട്ട് എത്രയോ വലിയ ആചാര്യന്മാർ അവിടെ ഈ രാധാ അംബിക അന്തർജനവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂര് ഏറ്റവും വലിയ ആൾക്കാരാ. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അവന്റെ അച്ഛന് 2 മക്കളെ സേവ ചെയ്യുന്നവരാ, പൂജാരികളൊക്കെയാ. അത്രയ്ക്ക് വലിയ വലിയ ആചാര്യന്മാരാ അവിടെ വരുന്നത്. അന്നേരം അവരുടെയൊക്കെ ദർശനം നിങ്ങൾക്ക് കിട്ടുക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പുണ്യമാണ് കിട്ടുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിഞ്ഞൂടാ. ചുമ്മാതെ അമ്പലഭക്തിയിൽ ഇപ്പോഴും മുഴുകി നടക്കാതെ ഇതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്താണ് ഏതാണെന്നുള്ളത്. ഇനി അതേപോലെ സുനിലിന് സുഖമായെന്നുണ്ടെങ്കിൽ പട്ടാഴി സത്സംഗത്തിൽ എന്റെ ശനിയാഴ്ച ഒന്ന് പോവാൻ നോക്കൂ. വണ്ടി ഉണ്ടല്ലോ. സുനിൽ ഡ്രൈവ് ചെയ്യൂ? ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം ബിന്ദുവും സുനിലൂടെ ഒന്ന് പോവും. ഒരു 6:30 ആകുമ്പോൾ പോയാൽ മതി. 6:30 ആകുമ്പോൾ പോയിട്ട് ഒരു 8-8:30 ആകുമ്പോൾ നമ്മുടെ വീട്ടിലെത്താം. വലിയ വലിയ ആചാര്യന്മാരെ അവിടെ വരുന്ന ഇതുകൊണ്ട് പ്രഭാഷണങ്ങൾ കൊടുക്കുന്നത്, കീർത്തനവും എല്ലാം ഉണ്ട്. കേട്ടോ. ജീവിതത്തിന്റെ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യത്തിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിക്കണം. അല്ലാതെ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കരുത്. ഇപ്പൊ ഞാൻ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മാതാജിയുടെ അടുത്തുനിന്ന് എത്രയോ പേര് നാരായണീയം പഠിച്ചു. പക്ഷെ ഈ മലയാളികൾ ആരും വരാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ചായ വിടാൻ പറ്റത്തില്ല, നോൺ വെജ് വിടാൻ പറ്റില്ല. അതുകൊണ്ടാ. പക്ഷെ ഞാൻ മാത്രമേ മലയാളികളില് ഈ നാരായണീയം പഠിച്ച ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ ഇസ്കോണിൽ വന്നുള്ളൂ എന്നുള്ളത്.
നിങ്ങളെ ഞാൻ ഇസ്കോണിൽ വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയല്ലേ എന്ന്. പക്ഷെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സത്യത്തിൽ കൂടി പ്രയാണം ചെയ്യണം ഇനി നമ്മളെ. അല്ലാതെ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കരുത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ശരി മാതാജി. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. നമ്മളിപ്പം പറഞ്ഞത് എന്താ? സമതിരൂപ തതംഗം അശങ്കിര ത്വമത ബാലക ലോപന രോഷിത മഹരിവാമ്ര ഫലങ്കുജ മണ്ഡലം പ്രതിജു ചൂഷിത ദുർവിഷ ദൂഷിതം. തരംഗം അശങ്കിര ത്വമത ബാലക ലോപന രോഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അറിയാമല്ലോ, ഇവളെ അസംഖ്യം കുട്ടികളെ നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭഗവാൻ സഹിക്കോ ഇല്ല. അവള് കൊച്ചിനെ എടുത്ത് മടി വെച്ചപ്പോ തന്നെ ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നു എന്നുള്ളതാ. മോഷിത അതത്തം ബാലക ലോചന മോഷിത, കുട്ടികളെ നശിപ്പിച്ചത് ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അശങ്കിത തതംഗം ചങ്ക കൂടാതെ അവിടെ മടി കയറിയിരുന്നിട്ട് എന്ത് ചെയ്തു? പ്രതിചൂഷിത ദുർവിഷ ദൂഷിത മഹതി പാമ്ര ഫലം കുജമണ്ട. വലിയൊരു മാങ്ങ എങ്ങനെയാ നമ്മൾ ചപ്പി തിന്നത്തില്ലേ എന്ന് പറയുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധ മടിയും കൂടാതാണെന്നുണ്ടെങ്കിൽ അവിടെ മടി കയറിയിരുന്നിട്ട് ഉഗ്രവിഷം പുരട്ടിയ ആ സ്ഥലത്തിന് എന്താ ചെയ്യുന്ന ഒരു വലിയ മാമ്പഴം പോലെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അതായി പറയുന്നത്. അസുവിരേവ സമം ദയതി ത്വയി സ്തനമസോ സ്തനിതോപമനസുന നിരവധ ഭയദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാരരുജാ പൂജാ വിഭൂ പൂജാ ബഭൂ. അസവിരൂപ സമം ദായതി ത്വയതി സ്തനമസോ സ്തനിതോപമനിസ്വന നിരപദ ഭവദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ വിഭോ. അസുവിരേവ സമം ദയതി ത്വയി സ്തന അസോ സ്തനിതോപമനിസ്വന നിരപദ ഭവദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ വിഭോ. പൂജാ വിഭോ. അസുവിരേവ സമം ദായതി ത്വയി സ്തനമസോ സ്തനിതോപമനിസ്വന നിരപദ ഭവദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ വിഭോ. അസുവിരേവ സമം ദായതി ത്വയി, അങ്ങയുടെ സ്തനം അസോ സ്തനിതോപമ നിസ്വന സ്തനമസോ സ്തനിതോപമ നിസ്വന നിരപദത് ഭവദായി നിജം ബഭൂ ഭവദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ ബഭൂ. അസുവിരേവ സമം ദയതി ത്വയി സ്തനമസോ സ്തനിതോപമനിസ്വന നിരപദ ഭവദായി നിജം ബഭൂ പ്രതിഗത പ്രവിസാര പൂജാ ബഭൂ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അസുഭിരേവ സമന്തൈതി ത്വയി സ്തനമസൗ സ്തനിതോപനിസ്വന നിരപദത്പയദായി നിജം വപൂ പ്രതിഗത പ്രവിസാര്യ പൂജാ ബഭൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അവിസുരേവ സമം ദയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദഭയദായി നിജാബൗ പ്രതിഗത പ്രവിസാര്യ പൂജാ ബഭൂ. ഹരേ കൃഷ്ണ മാതാജി. അടുത്താണ്. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. അസുഭിരേവ സമന്തയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരവദൽ ഭയദായി നിജം വപൂ പ്രതിഗത പ്രവിസാര്യ പൂജാ ബഭൂ. വെരി ഗുഡ്. വായിക്കാത്തവരൊന്ന് വായിക്കാത്തവര് വായിക്കുന്നേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അസുഭിരേവ ദയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദത്ഭയദായി നിജം വപൂ പ്രതിഗത പ്രവിസാര്യ പൂജാ ബഭൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്.
ഹരേ കൃഷ്ണ. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദൽ ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാബുഭൗ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. വായിക്കാത്തൊരു വായിക്കണേ. നിങ്ങൾക്ക് കിട്ടുന്ന അസുലഭമായിട്ടുള്ള ഒരു അവസരമായി ഇതൊക്കെ. അത് നമുക്ക് ആ പേടി ഒന്ന് മാറും. മനസ്സിലായി പറഞ്ഞേ? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. അസുഭിരേവ സമം ദയതി ത്വയി സ്തന അസൗ സ്തനിതോപമാനിസ്വന നിരപദയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര ഭുജാവുഭൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരു പ്രവചിയോടെ വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. അസുഭിരേവ സമന്തയതി ത്വയി സ്തനമസോ സ്തനിതോപമനിസ്വന നിരപദൽ ഭയദായി നിജം വപു പ്രതിഗത പ്രവിസാര്യ ഭുജാബുഭൗ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അസുഭിരേവ സമം ദയതി ത്വയി. എന്താ ത്വയി? നിന്ദ്രയോടെ ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അസുഭിരേവ സമം ദയതി. അവിടെ പ്രാണനെ കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചു കുടിക്കുക. ഇതിന് പാല് കുടിക്കുന്ന ലക്ഷണത്തിൽ എന്താ ഭഗവാൻ ചെയ്യുന്നത്? കാവളവശം എല്ലാം തുടച്ചു കളഞ്ഞിട്ട് ഒരു മാമ്പഴം എങ്ങനെയാ ഉറിച്ച് കുടിക്കുന്നത് എന്നതുപോലെ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ പ്രാണനെ കൂടിയാ കുടിക്കുന്നത് ഭഗവാനെ. സ്തനമസോ സ്തനിതോപമ നിസ്വന. ആ സ്തനത്തെ വലിച്ചു കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? സ്തനമസോ സ്തനിതോപമ നിസ്വന. ഈ പൂതന ഇടിമുഴക്കം പോലെ ഭയങ്കര ശബ്ദത്തോടു കൂടി അലറാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അവിടെ പ്രാണനെ അല്ലേ വലിച്ചു കുടിക്കുന്നത് ഭഗവാനെ. രക്തമാദ്യം കുടിച്ചു പോയി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാണനെ കൂടി ഭഗവാനെ വലിച്ചു കുടിക്കുന്ന സമയത്ത് ആ വേദന കൊണ്ടാണെന്നുണ്ടെങ്കിൽ പൂതന അലറാൻ തുടങ്ങി. ഭവതായി നിജംബവും ഭീകരമായ. എന്നിട്ട് എന്തുവാ? ആ സുന്ദരിയായിട്ടുള്ള ആ വേഷമെല്ലാം മാറി. എന്നിട്ട് ഭീകരമായിട്ടുള്ള ആ രാക്ഷസിയുടെ രൂപം പൂതന കൈക്കൊണ്ടു എന്നുള്ളതാ. പ്രതിഗതാ പ്രവിസാര പൂജ ബുഹു. ഇരു കൈകളും പരത്തി എന്നിട്ട് നിലത്തിങ്ങനെ അടിച്ചു വീണു എന്നുള്ളതാ. മരിച്ചു വീണു ആ പൂതന. എന്താ വിചാരിച്ചത്? ഇപ്പൊ ഞാൻ ആ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞതാ. പക്ഷെ സാക്ഷാൽ ഭഗവാന്റെ അടുത്താണ് അവള് വന്നതെന്നുള്ളത് ആ വിവരം നമുക്കറിയില്ലായിരുന്നു. ഭഗവാൻ എന്താ ചെയ്യുന്നത്? വിഷമെല്ലാം തൂത്തുടച്ചിട്ട് പിന്നെ അവിടെ സ്ഥലം വലിച്ചു കുടിക്കാൻ തുടങ്ങി. ആ പ്രാണവേദനയോടുകൂടി അവൾ എന്താ ചെയ്തത്? അവിടെ പ്രാണനും കൂടി ഭഗവാൻ കുടിക്കാൻ തുടങ്ങിയപ്പോ അവൾക്ക് ആ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ട് അലറി അവിടെ യഥാർത്ഥ രൂപത്തിൽ ആ രാക്ഷസയുടെ രൂപത്തിൽ അവൾ വന്നിട്ട് അവസാനമാണെന്നുണ്ടെങ്കിൽ എന്നിട്ടും ഭഗവാൻ വിടുന്നുണ്ടോ? വിടുണ്ണി എന്ന് പറയുന്നത് എവിടെ വിടാനെ കൊണ്ട് അവസാനം അവിടെ പ്രാണനെ കൂടി ഉയിരിനെ കൂടി ഭഗവാനെ കുടിച്ചു എന്നുള്ളത്. അങ്ങനെ അവള് മരിച്ച് അവിടെ വീഴുന്നു. പയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോകിത വല്ലഭേ പ്രജപദേ തദുരസ്ഥലഹേലനം നനുഭവന്ത മകന്യത ഗോപിക. പയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോകിത വല്ലഭേ വൃജപദേ തദുരസ്ഥലഹേലനം നനുഭവന്ത മകന്യത ഗോപിക. പയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോകിത വല്ലഭേ വൃജപദേ തദുരസ്ഥലഹേലനം നനുഭവന്ത മകന്യത ഗോപിക. പയദഘോഷണ ഭീഷണ വിഗ്രഹ പയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ ശ്രവണ ദർശന മോഹിത വല്ലവേ വൃജപദേ തദുര സ്ഥലഹേലനം വൃജപദേ തദുര സ്ഥലഹേലനം നനുഭവന്ത മകന്യത ഗോപിക. നനുഭവന്ത മകന്യത ഗോപിക. പയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ പ്രജപദേ തദുരസ്ഥലഹേലനം നനുഭവന്ത മകന്യത ഗോപിക.
ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഭഗവതേ വാസുദേവ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിത വല്ലവേ പ്രജപദേ തദുരസ്ഥലഹേലനം നനുഭവന്ത ഹൃന്നത ഗോപിക. അകർണ്യത ഗോപിക. അകർണ്യത ഗോപിക. ഗൃഹണത ഗോപിക. ഹരേ കൃഷ്ണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ പ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമ ഗൃഹണത ഗോപികാഃ. ഹരേ കൃഷ്ണ. അകർഗണത ഗോപിക. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. വായിക്കാത്തൊരു വായിക്കൂ കേട്ടോ, വായിക്കാത്തൊരുകൂടി വായിക്കൂ കേട്ടോ. വായിച്ചു. മോഹിതവല്ലവേ പ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്ത അഗ്രഹണത ഗോപിക. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തദൂരസ്ഥലഹേളനം നനുഭവന്ത ഗ്രഹണത ഗോപിക. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ബാക്കി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ പ്രജപതേ തദുരസ്ഥലഖേലനം നനുഭവന്ത മൃഗണത ഗോപിക. 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 ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചിയോട് വായിച്ചോളൂ. പ്രവചിമാര് വായിക്കട്ടെ. കണ്ടുവരക്കാൻ രണ്ടുപേരില്ലേ? ആ രണ്ടുപേർക്ക് ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലഭേ വ്രജപദേ സുരസ്ഥലഖേലനം നനുഭവന്തമഗ്രഹണത ഗോപിക. ഹരേ കൃഷ്ണ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ. അമ്പാടിയില് അവിടെ അലർച്ച ഉണ്ടല്ലോ. ഫുൾ അമ്പാടിയില് ഒരു സ്ഫോടനം പോലെ ആയിപ്പോയെന്നുള്ള അത്രയ്ക്കും ഭയങ്കര അലർച്ചയായിരുന്നു അവള് ചെയ്തത്. ശ്രവണദർശിത മോഹിത വല്ലഭേ. അതിന്റെ അലർച്ച കേട്ടിട്ട് എല്ലാ ഗോപികമാരും ഗോപന്മാരും എല്ലാരും കൂടെ വന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ ദർശനം കൊണ്ട് അവരെല്ലാം സംഭ്രമിച്ചു പോയി. ശ്രവണദർശന മോഹിത വല്ലഭേ. മോഹിപ്പിക്കുന്നവളായിട്ടുള്ള വന്ന് അവളെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പൊ എങ്ങനെയാ മല പോലെ, മലയെക്കാളും വലിയൊരു ഭീകര രൂപം. ആ രാക്ഷസിയല്ലേ, ആ രാക്ഷസിയുടെ ഭീകര രൂപം കണ്ടിട്ട് ഇവരെല്ലാവരും അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. അന്നേരം വേറെന്താ രസം നോക്കൂലും. പ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്ത മകന്യത ഗോപിക. ആ വലിയ രാക്ഷസിയുടെ മാറിൽ കിടന്നിട്ട് എന്താ ഒരു നീല മുത്തിന്റെ കൂട്ട് ഭഗവാൻ കിടന്ന് കളിക്കുന്നു എന്നുള്ളതാ. മനസ്സിലായോ പറഞ്ഞത്? ഒന്നും അറിയില്ല പാവത്തിന്. എന്താ ഇവള് ചെയ്യുന്നതെന്നോ ഇവള് എന്തിനു വന്നെന്നോ ഒന്നും അറിയില്ല. പാവത്തിന് ഒരു കുഞ്ഞു വാവയായിട്ട് എന്താ അവിടെ മാറി കിടന്നിട്ട് ഈ കുട്ടി കളിക്കുന്നു. നനുഭവന്ത മകന്യത ഗോപിക. ഗോപികമാരെന്ത് ചെയ്തു? ഓടിച്ചെന്നു പറയുന്നുണ്ട്. ഏണി വെച്ചിട്ടാ ഈ കൊച്ചിനെ എടുക്കാൻ പറ്റിയെന്നുള്ള അത്രയ്ക്കും ഭീകരമായിട്ടുള്ള രൂപമല്ലേ അവിടെ ഇത്. അതിന് അത്രയ്ക്ക് ഉയരത്തിലായിരുന്നു. എന്നിട്ടും ഏണിയൊക്കെ വെച്ചിട്ടായാലും ഈ ഗോപികമാർ ചെന്നിട്ട് വാരി കുഞ്ഞിനെ എടുത്തു എന്നുള്ളത്. അവിടെ ദേഹത്ത് നിന്നിട്ട് കുഞ്ഞിനെ വാരി എടുക്കുന്നു. ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പാപം കുഞ്ഞാണ് കേട്ടോ. അങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ ലീലകള്. ഭുവനമംഗളനാമി വിരേവതേ യുവതി വീർവകുതാകൃതരക്ഷണ തമയിവാദ നികേതനനാഥമാമഗതയൻ ഗുരുതാവക സേവകാം. ഭുവനമംഗളനാമ വിരേവതേ യുവതി വീർവകുതാകൃതരക്ഷണ ത്വമയിവാദ നികേതനനാഥമാ അഗതയൻ ഗുരുതാവക സേവകാം. ഭുവനമംഗളനാമ വിരേവതേ യുവതി വീർവകുതാകൃതരക്ഷണ ത്വമയിവാദ നികേതനനാഥമാം അഗതയൻ ഗുരുതാവക സേവകം. ഭുവനമംഗളനാമ വിരേവതേ
യുവതിഭിർബഹുധാ കൃത അരക്ഷണ ത്വമയി വാദ നികേതനനാഥമാം അഗതയൻ കുരു താവക സേവകം ഭുവനമംഗളനാമ വിരേവതേ യുവതിഭിർബഹുധാ കൃത രക്ഷണ ത്വമയി വാദ നികേതനനാഥമാം അഗതയൻ ഗുരു താവക സേവകാം. വായിച്ചാട്ടെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഭുവനമംഗലനാമ വിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ തമൈവാദ നികേതനനാദമാ അഗതയൻ ഗുരുതാവക സേവകം. ഹരേ കൃഷ്ണ ഹരിബോൾ. മാതാജി. ഭുവനമംഗളനാമവിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥമാ ആഗതയൻ ഗുരുതാവക സേവകം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ തമ്മൈവാദനികേതനനാഥമാം അഗതയൻ ഗുരുതാവക സേവകം. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചു. വനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദനികേതനനാഥമാമഗതയൻ ഗുരുതാവക സേവകം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാന്? ഹരേ കൃഷ്ണ മാതാജി. ആ. പൂർണ്ണമംഗലനാമതിരേവതേ തുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥമാ മഗതയൻ കുരുതാവക സേവകം. ഹരേ കൃഷ്ണ. ഈ മാ വരുന്നിടത്ത് ആ വായിക്കണം. അഗതയൻ. അഗതയൻ കുരു താവക സേവകം. മാ വരുന്നിടത്ത് ആ വരും, മീ വരുന്നിടത്ത് ഈ വരും, മൂ വരുന്നിടത്ത് ഊ വരും. അത് ശ്രദ്ധിച്ചോണം. ചിലയിടത്താണ് ഇല്ലെന്താനും അത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആവും എന്നുള്ളതാണ്. അത് അന്നേരം അവസരം അനുസരിച്ച് നമ്മൾ പെരുമാറി പോകണം. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. വായിച്ചു വായിച്ചു. വായിച്ചു. ഭഗവതേ വാസുദേവായ. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥമാം അഗതയൻ ഗുരുതാവക സേവകം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവൃത്തി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥാം അഗതയൻ ഗുരുതാവക സേവകം. ഹരേ കൃഷ്ണ. ത്വമൈവാദ നികേതനനാഥമ. നമ്മുടെ ഈ നാരായണീയം വായിക്കുമ്പോ മനസ്സ് എങ്ങോട്ടും പോവാൻ ഈ നാരായണീയം സമ്മതിക്കില്ല. പോയോ അവിടെ തെറ്റും. എത്ര പഠിപ്പിക്കുന്നവനായാലും എത്ര വേദികളിൽ വായിച്ചവനായാലും എന്തായാലും മനസ്സ് അവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റും എന്നുള്ളത് 100% ഉറപ്പാന്നുള്ളതാണ്. അതാ ഈ നാരായണത്തിന്റെ ഒരു പ്രത്യേകത. എന്താ ഫുള്ളി കോൺസെൻട്രേഷൻ ഇതിനകത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നാമം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോവില്ലേ. പക്ഷെ ഇവിടെ പണി പാളൂ എന്നുള്ളത്. ഒരു പ്രവചനം വായിച്ചാട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥ അഗതയൻ ഗുരുതാവക സേവകം. ഹരേ കൃഷ്ണ. അഗതയൻ ഗുരുതാവക സേവകം. സുനിൽ വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥമാം അഗതയൻ കുരു താവക സേവകം. പീതാംബര പ്രഭു ഒന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദ നികേതനനാഥമാ
അഗതയൻ കുരുതാവക സേവകം. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഭുവനമംഗളവാദ നികേനി നാമവിരേവതേ. എല്ലാ ലോകങ്ങൾക്കും മംഗളം കൊടുക്കുന്നവനല്ലേ ശ്രീ ഗുരുവായൂരപ്പന്. മനസ്സിലായി? യുവതിവീർ ബഹുതാകൃത രക്ഷണ. പക്ഷെ ഈ യുവതികൾക്ക് അറിയില്ലല്ലോ ഈ കുഞ്ഞുവാവ ആരാണെന്നുള്ളത്. അതിന് അവരെന്താ ചെയ്യുന്നത്? ഗോപികമാരുടെ ഒരു കാര്യമുണ്ട്. അവര് ഇങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഭയങ്കര രാക്ഷസിന്നല്ലേ ഈ കൊച്ചിനെ രക്ഷിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോമൂത്രത്തിൽ കൊച്ചിനെ കുളിപ്പിക്കുന്നു. പിന്നെ അതെന്നുണ്ടെങ്കിൽ ഗോക്കട വാല് കൊണ്ട് ഇതിനെ ഇങ്ങനെ അടിച്ചിട്ട് അതെന്നുണ്ടെങ്കിൽ ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഭുവനമംഗളനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനാണ് ഇതെല്ലാം വന്ന്. പക്ഷെ യുവതിപേരെ ബഹുതാകൃത രക്ഷണ, ഈ കൊച്ചിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതും ഇതും എല്ലാം ചെയ്യുന്നുള്ളതാ. സമയവാദ നികേതനാഥമാം. ഭഗവാനെ ആ ഗോപാങ്കനമാലയില് എന്താ ചെയ്യുന്നത്? പല വിധത്തിലും അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. രക്ഷ ചെയ്യപ്പെട്ട ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗോപാങ്കന്മാരെ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ ഭഗവാനെ വാദ നികേതനാഥ അഗതയൻ ഗുരു താപക സേവയം. ഭഗവാനെ എല്ലാവരെയും ആരോഗ്യവാക്കാനായിട്ട് എടുക്കുന്ന അങ്ങ് ഗുരു താപക സേവകം. എന്നെയും കൂടി എന്ത് ചെയ്യണം? അങ്ങയുടെ ത്രിപാദ ആ ദാസനാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥന ആരാ ചെയ്യുന്ന ഇവിടെ? ആരാ ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ. ഈ പ്രാർത്ഥന ആരാ ചെയ്യുന്ന ഇവിടെ? ഭട്ടതിരിപ്പാട്. നാരായണ നാരായണി എഴുതുന്ന ആള് തന്നെ. ഭുവനമംഗളനായിട്ടുള്ള ഗുരുവായൂരപ്പ. പക്ഷെ ഈ യുവതികൾക്ക് അറിയില്ല അങ്ങ് ആരാണെന്നുള്ളത്. അതുകൊണ്ട് എന്താ? അങ്ങക്ക് പേടിയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിലാണ് ഞാൻ പറഞ്ഞില്ലേ, പശുവിന്റെ മൂത്രം ഒഴിച്ചിട്ട് അന്ന് മൂത്രത്തില് കുഞ്ഞിനെ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഗോരസം ഇത് ചെയ്യുക. പിന്നെ എന്താ വാല വെച്ചിട്ടൊക്കെ ഇങ്ങനെ അവന്റെ പേടി പോവാൻ, കുഞ്ഞിന് പേടി ഉണ്ടാകാതിരിക്കാനും ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഈ യുവതികൾക്ക് അറിയില്ലല്ലോ അങ്ങ് ആരാണെന്നുള്ളത്. അതുകൊണ്ട് എന്താ? തൊമ്മയിവാദം നികേതനാഥമായ പാതാളയേശ എന്താ ചെയ്യണ്ടേ? അഗതയൻ ഗുരു താവക സേവകം. എന്നെയും കൂടി അങ്ങയുടെ തൃപ്പാദ സേവകനാക്കണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ദശകം കഴിയുന്നു. പക്ഷെ അടുത്ത ദശകം ഇതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പറയുന്നില്ല. മറ്റേത് തുടർച്ചയല്ലേ. അടുത്തതിനകത്ത് എന്താ പറയുന്നത്? പൂതന്റെ ദേഹദാഹം, പിന്നെ ശ്രീകൃഷ്ണന്റെ ഓരോരോ ലീല ആഹ്ലാദം ഒക്കെയാണ് അടുത്തതിനകത്ത് പറയുന്നതെന്നുള്ളതാണ്. അങ്ങനെ നമ്മള് പൂതനയ്ക്ക് മോശം കൊടുത്തു ഭഗവാന്. ആ പൂതനയ്ക്ക് മോശം കൊടുത്ത് ആ ഭഗവാന് ആ ഗുരുവായൂരപ്പ പാദ നികേതനാഥ എന്താ ചെയ്യണ്ടേ? ഞങ്ങളെയും കൂടി അനുഗ്രഹിക്കണേ ഭഗവാനെ. യാതൊരുവിധ തടസ്സവും ഇല്ലാതെ 100 ദശകം വായിച്ച് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അത് സമർപ്പിക്കാനുള്ള ആ അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മള് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച ഇനി അടുത്ത ദശകമായിട്ട് നമുക്ക് വരാം.